ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫാണ്. അപ്പം ഞാൻ എൻ്റെ എക്സാം റുട്ടീനും അതുപോലെ എല്ലാവിധ റുട്ടീനും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഞാൻ എൻ്റെ എക്സാം ബാഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ എക്സാം ബാഗ് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാവിധ ബാഗും അതാണ്. ഇത് ഞാൻ എല്ലാ പ്രാക്ടീസിനും സ്പോർട്സിനും സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇത് ഞാൻ 5ാം ക്ലാസ്സിൽ വാങ്ങിയതാണ്. എന്നാലും ഞാൻ പൊന്നു പോലെ നോക്കാം എൻ്റെ ബാഗിനെ. അപ്പോൾ എൻ്റെ ബാഗിൽ 4 കള്ളിയാണ് വരുന്നത്. നമുക്ക് ഏറ്റവും ഫസ്റ്റത്തെ കള്ളിയിൽ എന്താ വരുന്നതെന്ന് നോക്കാം. ഈ ഒരു കുഞ്ഞിക്കള്ളിയാണ് കേട്ടോ. അത് ഇതിലെൻ്റെ ക്രയോണും അതുപോലെ സ്കെച്ചുമാണ് കേട്ടോ. പിന്നെ വരുന്നത് എൻ്റെ മിനി സ്കെച്ചാണ്. ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നൊരു ചെറിയൊരു ഹൈലൈറ്റർ കേട്ടോ. പിന്നെ സിസറാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബാഗിൽ വരുന്നത്. ഇനി ഈ ഒരു സിബിലൊന്നുമില്ല. സെക്കൻഡ് സിബിൽ, തേർഡ് സിബിൽ എൻ്റെ ഒരു അംബ്രല, അതാണ് എൻ്റെ തേർഡ് സിബിലുള്ളത്. അംബ്രലയും പിന്നെ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ 2 കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീച്ചർക്ക് ഫീവർ ആയതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ വേറൊരു ടീച്ചറും ഉണ്ട്, മാത്സ് ടീച്ചർ. ആ ടീച്ചർക്കും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഒരു അംബ്രല ഞാൻ പറഞ്ഞില്ല, അതുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സിബ് തുറന്നാൽ എൻ്റെ ബോക്സ് കാണാം, ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കിന്ന് പരീക്ഷ ഉണ്ട്. എസ് എസ് നോട്ടും അതുപോലെ ടെക്സ്റ്റും റഫുമാണ് വെച്ചത്. പിന്നെ എൻ്റെ എക്സാം റൈറ്റിംഗ് പാഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ എക്സാം പേപ്പർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൻസർ പേപ്പർ ആട്ടോ. അപ്പം ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ചായക്കുള്ളത് ചിക്കൻ കറിയും അതുപോലെ പുട്ടുമാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് കേസ്. ചിക്കൻ്റെ ചാറ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായതുള്ളൂ. എനിക്ക് പീസ് അധികം ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ എക്സാമിന് പോണതിന് മുന്നുള്ള കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, റിവൈസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ റിവൈസ് ചെയ്ത് ഞാൻ സ്കൂളിൽ പോയി വന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള എക്സാമിൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെയാണ് പഠിക്കുകയാണ്. പിന്നെ എനിക്ക് എക്സാമിനറിൽ ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു BSൻ്റെ. അത് മലയാളത്തിലും പറഞ്ഞുതരും ഇംഗ്ലീഷിലും പറഞ്ഞുതരും. അങ്ങനെയായിരുന്നു. ഞാനങ്ങനെ കുറേ നേരം അത് കണ്ടു. അത് 7 തൊട്ടാണ് എല്ലാ ക്ലാസ്സുകളുടെയും ഇത് ഉണ്ടാവാറുണ്ടായാൽ. കുറേ ബാച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡും കഴിച്ചു. അങ്ങനെ എൻ്റെ ലൈവ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാണ്. എൻ്റെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുവെക്കാനാണ്. പിന്നെ നാളത്തെ പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ നോക്കി വെക്കണം, ബാഗൊക്കെ സെറ്റാക്കി വെക്കണം. എനിക്കൊരു ശീലമുണ്ട്, ബെഡ്ഷീറ്റും അതുപോലെ ഇതൊക്കെ മടക്കി വെക്കണം. എനിക്കിത് ഉമ്മച്ചിയുടെ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ മടക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇതിൻ്റെ ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കണത്. ഇത് എൻ്റെ പൊന്നി ഹൈലൈറ്റർ, ബുക്ക്, ബോക്സ്, മറ്റേ ബാഗ് എല്ലാം കൂടി താങ്ങായി എൻ്റെ സ്റ്റഡി ടേബിളിന്. ഫസ്റ്റാണ് ഞാൻ ഈ ബാഗ് എടുത്ത് മാറ്റിയപ്പോൾ ഭയങ്കര ക്ലിയർ വന്ന പോലെ ഇപ്പം എൻ്റെ സ്റ്റഡി ടേബിളിന്. ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ബുക്കും ഇതിലുള്ള എല്ലാതും ഞാൻ വലിച്ചിട്ട് വിട്ടാം. കാരണം ഓർഗനൈസ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ എല്ലാം വലിച്ചിട്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഡെയിലി യൂസിൻ്റെ ഒരു പെട്ടിയാണ്. അങ്ങനെ അതിൽ കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ വെച്ചു. പിന്നെ വരുന്നത് എൻ്റെ വാട്ടർ വാട്ടർ സ്കെച്ചാണ്, അത് ഞാൻ വെച്ചു. പിന്നെ എൻ്റെ പെന്ന്, പെൻസില്, സ്കെയില്, റബ്ബർ കട്ടർ അങ്ങനത്തെ ഒക്കെ ഇതിലാണ് വരുന്നത്. എൻ്റെ കുറച്ച് പെന്ന് അവിടെ നിലത്ത് വീണെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് ബെഡും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ എൻ്റെ ഇതിലേക്ക് വെക്കായിരുന്നു. അടുത്തത് ഞാൻ വെച്ചത് ഒരു ബാഗ് പോലത്തെ ഞാൻ ഹൈലൈറ്റർ വെച്ചു, പിന്നെ സ്റ്റാപ്ലറും വെച്ചു. പിന്നെ എൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ചെറിയൊരു കുഞ്ഞ് ബാഗ്, അതൊക്കെ ഞാൻ വെച്ച്. പിന്നെ എൻ്റെ പെൻസിൽ ബോക്സ് കറക്റ്റാണോ എന്ന് നോക്കുകയാണ്. എന്തൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെച്ചു. ഞാൻ റെഡ് പെന്ന് കൊണ്ടുപോകാറുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല ഇങ്ങനെ ഞാൻ അത് എല്ലാതും ഉണ്ടോ എന്ന് നോക്കി എക്സാമിനടുത്ത്. അങ്ങനെ ഞാനതൊക്കെ കറക്റ്റാണ് വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞ ബാഗാണിത്.
അങ്ങനെ ഞാൻ എല്ലാ ബുക്കും ഇതൊക്കെ ഓർഗനൈസ് ചെയ്യണം. അതെൻ്റെ മാസത്തെ ബുക്കാണ്. ഞാൻ എങ്ങനെയോ സ്കൂളിലത്തെ ബുക്കിൽ എടുത്തി. പിന്നെ എൻ്റെ ഫയൽ 2 എനിക്ക് 3 ഫയലുണ്ട് ടോട്ടൽ. ഒരെണ്ണം സ്കൂളിലാണ്, ബാക്കി 2 ഇവിടെയാണ്. അടുത്തത് ടെക്സ്റ്റും നോട്ടും അതുപോലെ എൻ്റെ 2 ലൈൻ കോപ്പികളും ലൈബ്രറി ബുക്കും ഡയറിയും ഒക്കെ വേർതിരിച്ച് വെക്കലാണ്. ഇതിപ്പോൾ ഞാൻ വെക്കണത് എൻ്റെ എക്സാമിന് ഉള്ള ബുക്സാണ് വെക്കണത്. ഇതാണ് എനിക്ക് ഇന്ന് SS ആയിരുന്നു. അപ്പോൾ SS-ൻ്റെ ബാഗൊക്കെ എടുത്ത് അതിൽ നിന്നൊക്കെ മാറ്റി ഞാൻ എൻ്റെ BS വെച്ചു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഓർഗനൈസ് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ ബാഗ് ഫുൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എല്ലാം സ്കെച്ചൊക്കെ ചെയ്ത് ഞാൻ എന്താക്കി, എൻ്റെ സ്റ്റഡി ടേബിളിൽ തന്നെ കയറ്റി വീണ്ടും. അങ്ങനെ ഞാൻ എൻ്റെ ഹെൽത്തി കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പല്ല് തേക്കാൻ പോവായിരുന്നു. അങ്ങനെ പല്ലൊക്കെ തേക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ. അങ്ങനെ എനിക്ക് പേസ്റ്റ് കിട്ടാണ്. ഞാൻ പേസ്റ്റ് വേഗം തുറന്ന് പല്ലൊക്കെ തേച്ച് തുടങ്ങി. ഞാൻ പല്ല് തേച്ചിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് സ്കിൻ കെയർ കുറേ നാളായി ചെയ്തിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, സ്കിൻ കെയർ ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ ടവലൊക്കെ എടുത്ത് മുഖമൊക്കെ തുടച്ച് ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി. എന്നിട്ട് എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഇടാൻ പോവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ക്രീം സെബാമെഡാട്ടോ. ഞാൻ ചെറുപ്പം മുതൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. എങ്ങനെ ഞാനിത് എടുത്തിട്ട് എനിക്ക് കിട്ടണില്ല. അങ്ങനെ ലാസ്റ്റ് ഉമ്മച്ചി വീടൊക്കെ ഓഫ് ചെയ്ത് എനിക്ക് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ എടുത്തു തന്നു ഗൈസ്. കുറേ കൊട്ടി നോക്കി അങ്ങനെ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് ഉമ്മച്ചി എടുത്തു തന്നു. അങ്ങനെ ഞാൻ ഡോട്ടൊക്കെ മുഖത്തുണ്ടായിരുന്നു. ഡോട്ടൊക്കെ ഇട്ടിട്ട് ബാക്കി വന്ന ക്രീം എൻ്റെ കഴുത്തിലും ഒക്കെ തേച്ചു. ഞാൻ മുഖത്ത് നന്നായിട്ട് ഞാൻ പുരട്ടി. അതിൽ കൂടുതൽ വന്നത് ഞാൻ കുറച്ചെടുത്തിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ മുഖത്ത് തേച്ചേ. നല്ല ടാസ്ക്കാണ്. ഇത് ഭയങ്കര ഓയിലിയാണ്, പക്ഷെ എനിക്കധികം ഇഷ്ടമല്ല. ഞാൻ ഇടയ്ക്ക് ഇടാൻ മറക്കാറുണ്ട് ഇത്. അങ്ങനെ ഞാനത് എൻ്റെ മുഖമൊക്കെ ഫുൾ കംപ്ലീറ്റായി. ഞാൻ ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്